അപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് ആണ് അല്ലേ? രണ്ടുപേർക്കും, അതായത് ഫാദർ ഓൾറെഡി ഒരു ഡോക്ടറാണ്, അപ്പൊ രണ്ടുപേർക്കും ആളെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ ഇതിന്? പപ്പ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ പറയലുണ്ട്, ഹോസ്പിറ്റലിലത്തെ ഓരോ കേസുകളൊക്കെ. അപ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് പണ്ട് ചെറുപ്പം മുതലേ ഡോക്ടർ ആവാൻ ഇഷ്ടമാണ്. മാം 3 ഡോക്ടേഴ്സ് ആണ് ഇനി ഫാമിലിയിലുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരും രണ്ടുപേരും ഇപ്പോൾ സെയിം പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആസ് എ ഫാമിലി പാരൻസ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ജേർണിയിൽ ഒപ്പം തന്നെ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് സന്തോഷമുണ്ട്, രണ്ടുപേരും ഡോക്ടർ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തതിൽ നല്ല സന്തോഷമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടർ ആവണം എന്നുള്ളത്. അതിപ്പോ മക്കളിലൂടെ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ നമുക്ക് പറയാം കേരളത്തിൽ തന്നെ കുറേ ഏജൻസീസ് ഉണ്ട് ഇങ്ങനെ കുട്ടികളെ പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കുന്നതൊക്കെ. ബട്ട് എയിംബ്രിഡ്ജ് തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ സേഫ്റ്റി എവിടെയാണെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ആ ഒരു ധൈര്യമുണ്ട്. പുറത്ത് വിടുകയാണല്ലോ, മക്കളെ പുറത്തിടുമ്പോൾ എന്തായാലും പേടി ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തിട്ടാണ് അങ്ങോട്ട് വിടുന്നത്. ഓക്കെ. അപ്പം എയിംബ്രിഡ്ജ് വഴി പോകുമ്പം ഒരു ഫീലിംഗ് ഉണ്ടോ ദാറ്റ് എൻ്റെ മക്കൾ സേഫ് ആയിരിക്കും? ആൻഡ് മോർ ഓവർ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഈ അഡ്മിഷൻ പ്രോസസ്സിന് പാരൻസിനും കൂടെ പോവാന്നുള്ളത്. മാമിന് ഒരു അഷുറൻസ് ഉണ്ടോ ദാറ്റ് എയിംബ്രിഡ്ജ് വഴിയാണ് പോകുന്നത് അപ്പം എൻ്റെ കുട്ടികൾ സേഫ് ആയിരിക്കും എന്നുള്ളത്? അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ മക്കളും വാപ്പാന്റെ ഒരു ജേർണി എടുത്തപ്പം എന്തായിരുന്നു സന്തോഷം? അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെ അത് അവിടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ നല്ല സന്തോഷം തന്നെ. നിങ്ങൾക്ക് എയിംബ്രിഡ്ജിന്റെ ഒപ്പം ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അവരുടെ സ്റ്റാഫും എല്ലാവരും എത്രത്തോളം നിങ്ങളെ വെൽക്കമിങ് ആയിരുന്നു? എല്ലാ കാര്യങ്ങളും നല്ല എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി, നല്ല ക്ലാസ്. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.